ഞാനും നിങ്ങളും ഒരു ഉപഭോക്താക്കളാണ്, അതായത് കസ്റ്റമേഴ്സാണ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ തോട്ട് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഹലോ ഗൈസ്, വെൽ ഇറ്റ്സ് മീ അദ്നാൻ ഹിറാൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ള തെറ്റായുള്ള ഒരു പേഴ്സ്പെക്റ്റീവിനെ വെച്ചിട്ട് ബിസിനസ്സുകാർ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ്. ഇപ്പോൾ ഒരു സാധനം ഇത് ഫസ്റ്റ് ഞാൻ ചെറിയൊരു കഥ പറയാം, എന്നിട്ട് നമുക്ക് ടോപ്പിക്കേക്ക് വരാം. ഈ കഥ തന്നെയാണ് ഈ ടോപ്പിക്കിൻ്റെ ഒരു ഉള്ളടക്കം കേട്ടോ. അതായത് ഒരു കടക്കാരനുണ്ടായിരുന്നു. ആ കടക്കാരൻ്റെ പുറത്തേക്ക് ആ കടയിൽ കുറേ സാധനമൊക്കെ നല്ല രീതിക്ക് വിറ്റ് പോകുന്നുണ്ട്. പക്ഷെ ഒരു സാധനം മാത്രം അധികം അങ്ങോട്ട് വിറ്റ് പോകണില്ല. അപ്പോൾ ആ കടക്കാരൻ കടയിലുള്ളൊരു തൊഴിലാളിയെടുത്ത് പറഞ്ഞ് ആ സാധനത്തിൻ്റെ വില ഒന്ന് പകുതി കുറച്ചിട്ട് വിൽക്ക്, അങ്ങനെയും ഈ സാധനം ഒന്ന് തീർന്നു പോട്ടെ എന്ന്. പക്ഷേ ഈ ഒരു നിൽക്കണ തൊഴിലാളി, അതായത് ആ ഒരു സ്റ്റാഫ് കേട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കണ സാധനത്തിൻ്റെ വില ഇരട്ടിയാക്കി വിൽക്കാനായിട്ട്, മീൻസ് ഡബിള് ഈ പൈസ കുറക്കാൻ പകുതിയാക്കാൻ പറഞ്ഞത് ഇയാളെന്താക്കി, ഈ പൈസ അതായത് ഇപ്പോഴുള്ള പൈസ പകുതിയാക്കി. ദാറ്റ് മീൻസ് ഇപ്പോഴുള്ള പൈസയുടെ പകുതിയാക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഇപ്പോഴുള്ള പൈസ പകുതിയാക്കി. അതായത് ഇപ്പോൾ ഒരു 100 രൂപയുടെ സാധനം 50 രൂപ വിൽക്കാൻ പറഞ്ഞ് ഇയാൾ വിറ്റത് 200 രൂപക്ക്. അങ്ങനെ ആക്കി വെച്ചു. അങ്ങനെ ആക്കി വെച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്ത് ആ സാധനങ്ങൾ മേടിച്ചോണ്ട് പോയി. അപ്പോൾ ഈ കടയുടെ ഓണർക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ട്, അതായത് ഇത്രയും കാലം 100 രൂപക്ക് ഉണ്ടായ സാധനം 200 രൂപക്ക് എങ്ങനെ ആൾക്കാർ, അതായത് കസ്റ്റമേഴ്സ് മേടിച്ചുകൊണ്ടും പോയി എന്നാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമ്മളുടെ മൈൻഡിൽ, അതായത് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ എന്ത് സാധനം എക്സ്പെൻസീവ് ആണോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം അടിപൊളിയാണ്. ഇങ്ങനെ തന്നെയാണ് കസ്റ്റമേഴ്സിനെ മുതലെടുത്ത് ആൾക്കാർ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കണത്. ഫോർ എക്സാമ്പിൾ, ഒരു ടീഷർട്ട് ഉണ്ടാക്കാനായിട്ട് മാക്സിമം എത്ര രൂപ വരും? 100 രൂപ പോലും വരില്ല ചില ക്വാളിറ്റി ടീഷർട്ട്സ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ അത് നമ്മൾ മേടിക്കണത് 1000-1500 രൂപയ്ക്കാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ടീഷർട്ട് വരും 250 രൂപക്ക് താഴെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതുണ്ടാക്കണ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പവർ. നമ്മളുടെ മൈൻഡിലുള്ള തെറ്റായ ധാരണകൾ, മീൻസ് ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെ നിങ്ങൾ ഈ ഒരു സാധനത്തിൻ്റെ വില കുറവാണ് ലോക്കൽ അങ്ങനത്തെ ഒരു സാധനം ആണെന്ന് വിചാരിക്കാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാഹുൽ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ അച്ഛൻ ചെയ്യുന്ന ഒരു പരിപാടി, അച്ഛൻ മരിച്ചതിന് ശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഷർട്ട്സ് എടുത്തോണ്ട് വന്നിട്ട് കേരളത്തിലെ റീറ്റെയിൽ ഷോപ്പുകളിൽ സെയിൽ ചെയ്യും. ഒരു വട്ടം ഞങ്ങളുടെ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ ഈ സെയിം ഷർട്ട് ഇട്ടിട്ട് ഒരു പയ്യൻ വന്നു. അതായത് ഇവിടെ പൈ എന്നുള്ള ഒരു എംബ്ലം ഉണ്ടാവും പോക്കറ്റിൻ്റെ അവിടെ. അതാണ് ആ ഷർട്ടിൻ്റെ ഒരു പ്രത്യേകത. മെയിൻലി അങ്ങനത്തെ ഒരു ഷർട്ട് അവൻ്റെ ചേട്ടൻ മാത്രമേ കടകളിലൊക്കെ കൊടുക്കേണ്ടായുള്ളൂ, അതായത് ആ ഒരു പ്രദേശത്ത്. അപ്പോൾ ആ ഷർട്ടിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അന്നത്തെ കാലത്ത് ആ ഷർട്ടിന് 800 രൂപ മുതൽ 1000 രൂപ വരെ ഉണ്ടായിരുന്നു. 800 to 1000 ഈ റേഞ്ചിൻ്റെ ഇടയിലാണ് ആ ഷർട്ടിൻ്റെ പ്രൈസ് വന്നിരുന്നത്. പക്ഷേ അവൻ്റെ ചേട്ടൻ കൊടുക്കണതോ 400 രൂപക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു സ്റ്റാളിട്ട് 400 രൂപ ഷർട്ടുകൾ, ഇവിടെ ഒരു സ്റ്റാളിട്ട് 900 രൂപ ഷർട്ടുകൾ, 1000 രൂപ ഷർട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മളിവിടെ വിൽക്കണം. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ പൈസ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റാളിലേക്ക് വരുള്ളൂ. കാരണം ഈ ഒരു സ്റ്റാളിലുള്ള സംഭവങ്ങൾക്കൊക്കെ ക്വാളിറ്റി കൂടുതലാണ്, ഈ ഒരു സ്റ്റാളിലുള്ള സംഭവങ്ങൾക്ക് ക്വാളിറ്റി കുറവാണെന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരാം. ഇത് തന്നെയാണ് ഐഫോണും S22 അൾട്രയും പിക്സലും ഒക്കെ ചെയ്യണ പരിപാടി. അതായത് എങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഇത് എക്സ്പെൻസീവ് ആക്കി ഇതൊരു അടിപൊളി സാധനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നോ അന്ന് കസ്റ്റമേഴ്സൊക്കെ ഇത് മേടിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐഫോണൊക്കെ ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആൾക്കാരുടെ മൈൻഡിലൊക്കെ ഒരു ധാരണ ഉണ്ട്, ഇത് അടിപൊളി സാധനമാണ്, വേറെ ലെവലാണെന്ന്. എന്തായാലും ഐഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക്, മീൻസ് ഫോട്ടോ വീഡിയോയുടെ കാര്യമല്ല ഞാൻ പറയണത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എല്ലാ ഫോണുകളിലും 10,000 രൂപയുടെ ഫോണുകളിലും പറ്റും. ഇല്ലേ, പറ്റത്തില്ല എന്ന് അഭിപ്രായമുള്ളവരുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞതാണ്, പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ.
അപ്പം നമ്മളുടെ മൈൻഡിലുള്ള തെറ്റിദ്ധാരണകൾ വെച്ചിട്ടാണ് കൂടുതൽ ബിസിനസ്സുകാർ ഇതിനെ മുതലെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ടും ബിസിനസ് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിട്ട് കാണാം. അതിലേക്കും ഇറ്റ്സ് മീ അതിനാൻ ബൈ ഓൾ.